ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഹെയർ ഓയിൽ വീഡിയോ ആണ്. ഞാൻ ഇതിന് മുന്നേ ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേരുണ്ടാക്കി നോക്കി നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ കുറേ പേര് ഒരു പരാതി പറഞ്ഞത്, അവരൊക്കെ താമസിക്കുന്നത് നാട്ടിലല്ല, വിദേശത്തൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൽ കാണിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നും കിട്ടാനില്ല. അതിൽ കറ്റാർവാഴയും തുളസിയും നെല്ലിക്ക, ഉള്ളി, കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും കിട്ടാനൊരു വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓയിലിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഗൾഫിലൊക്കെ ഒരുപാട് കണ്ടുവരുന്ന ആര്യവേപ്പാണ്, നീം എന്ന് പറയില്ലേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതിനെന്തൊക്കെ ആവശ്യമുള്ളതെന്നും കൂടി നോക്കാം. ഇവിടെ ഞാൻ ആര്യവേപ്പിൻ്റെ ഇല എടുക്കാൻ പോയപ്പോൾ അവിടെ മൈലാഞ്ചിയുടെ ഹെന്ന ഇല്ലേ, മൈലാഞ്ചിയുടെ ചെടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് 1-2 കമ്പ് കൂടി എടുത്തു. ഇത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആര്യവേപ്പ് മാത്രം വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്, അതുകൊണ്ട് ഇത്ര എടുത്തിട്ടുള്ളൂ. ഇനി വേണ്ടത് ആര്യവേപ്പാണ്. ആര്യവേപ്പാണെങ്കിലും ഒരു 7-8 തണ്ട് മതിയാവും. ഇതുപോലത്തെ തണ്ടാണ് ഉദ്ദേശിച്ചത്, വലുതല്ല. ഇത് നന്നായിട്ട് പൊടിയുണ്ട്, അപ്പോൾ നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. ഇതിപ്പോൾ എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ഭാഗം സവോള ചേർക്കുന്നുണ്ട്. ഉള്ളി എല്ലാവർക്കും ഒന്നും കിട്ടാനില്ല, അപ്പോൾ സവോള എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഒരു 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ സവാളയുടെ 4/1. അതൊരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഇലകളും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒരിത്തിരി വെള്ളം ചേർത്ത്, നിങ്ങളുടെ മിക്സിയിൽ വെള്ളം ചേർക്കാതെ അരിഞ്ഞ് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വേണം വെക്കാൻ, മീഡിയത്തിലും ഹൈയിലും ഒന്നും വെക്കരുത്. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാൻ. പിന്നെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം വേണം ഇതിന് ഉപയോഗിക്കാൻ. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എനിക്കിപ്പോൾ അത് കയ്യിലില്ല. ഏത് പാത്രമാണെങ്കിലും ചുവട് നല്ല കട്ടിയുള്ളതായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് ഞാൻ 250 ml, അതായത് 1/4 ലിറ്റർ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കോക്കനട്ട് ഓയിൽ. ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഉണ്ടല്ലോ, സവോളയുടെയും ആര്യവേപ്പിൻ്റെയും പിന്നെ മൈലാഞ്ചിയുടെയും, അതുകൂടി സെയിം ടൈം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ഇതെല്ലാം എണ്ണയുമായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മൾ എണ്ണ കാച്ചുന്നത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലായതുകൊണ്ട് നിർത്താതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, കരിഞ്ഞൊന്നും പോവില്ല. ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാവും, നിർത്താതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അതിന്. ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഓർഗാനിക് എന്ന ലേബലിൽ വാങ്ങിക്കുന്ന, വീഗൻ, ഓർഗാനിക് എന്നൊക്കെ ഉള്ള പേരിൽ വാങ്ങിക്കുന്ന എല്ലാ സ്കിൻ കെയർ പ്രൊഡക്ട്സിലും ഹെയർ കെയർ പ്രൊഡക്റ്റിലും നിങ്ങൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, എന്തായാലും ആര്യവേപ്പ് ഉണ്ടാവും. പണ്ട് മുതലേ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഇതൊക്കെ നാച്ചുറലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് എല്ലാവരും ബോട്ടിലിൽ സ്റ്റോർ ബോട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ആര്യവേപ്പില ഉപയോഗിച്ച് കാച്ചിയ എണ്ണ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ താരൻ മാറാനും ഏറ്റവും നല്ല സാധനമാണ്. താരൻ മാറാൻ ആര്യവേപ്പില ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ ചിലർക്ക് തലയോട്ടിയിൽ പിമ്പിൾസ് വരും, ഇങ്ങനെ കുരുക്കൾ പോലെ ചുവന്ന് ഇങ്ങനെ ഇരിക്കും. അത് പിന്നെ ഫംഗസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക്, പിന്നെ പെയിൻ ശല്യം മാറാനും ഈ ആര്യവേപ്പില വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ പോകും, ഈ പ്രോബ്ലംസിനൊക്കെ മരുന്ന് വാങ്ങിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എണ്ണ കാച്ചാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. അപ്പോൾ ഇനിയും ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാം, അവസാനം ഞാൻ പറയാം എത്ര മിനിറ്റാണ് ഞാൻ ടോട്ടൽ എണ്ണ കാച്ചാൻ വേണ്ടി എടുത്തിട്ടുള്ളതെന്ന്. മൈലാഞ്ചി മുടി വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ ഇതിൽ അകാലനര ഒഴിവാക്കാൻ വേണ്ടി ഔഷധ ഗുണം ഉള്ളൊരു ചെടിയാണ് ഈ മൈലാഞ്ചി. പിന്നെ ഇത് മുടിയുടെ അറ്റം പിളരുന്നത് ഒഴിവാക്കാനും മുടിക്ക് നല്ലൊരു ഉള്ളു വയ്ക്കാനും തിക്നെസ് വയ്ക്കാനും മൈലാഞ്ചി സഹായിക്കും. പിന്നെ ഉള്ളി അല്ലെങ്കിൽ സവാള രണ്ടിനും ഏകദേശം ഗുണങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. ശിരോചർമ്മത്തിൽ, അതായത് സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കും. ഇതിൽ കൂടിയ അളവിൽ സൾഫർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കൊളാജൻ ടിഷ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ
അകാലനര, മുടി കൊഴിച്ചിൽ ഇവ വരാതിരിക്കാനും ഉള്ളിയും സവാളയും അല്ലെങ്കിൽ സവാള ചേർത്ത കാച്ചിയ എണ്ണ വളരെ നല്ലതാണ്. ഈ എണ്ണ ഇപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഈ സമയത്ത് മാറരുത്. ഇവിടെ തന്നെ നിന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഇതിൻ്റെ പാകം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതിൻ്റെ നല്ലൊരു സ്മെല്ലും പിന്നെ അതിൻ്റെ ഗുണമൊക്കെ പോകും കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയമാകുമ്പോൾ. ഇത് നമ്മുടെ എണ്ണ കാച്ചുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജായി. എണ്ണ നന്നായിട്ട് പാകമായിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടായിരുന്നത് വറ്റിയിട്ടുണ്ട് നന്നായിട്ട്. ഇതിൽ നമ്മൾ അരച്ച് ചേർത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. നമ്മൾ നേരത്തെ പത പോലെ ഇങ്ങനെ കണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ, എണ്ണയുടെ മുകളിലായിട്ട്. അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം എങ്ങനെയാണ് മനസ്സിലാവുക എണ്ണ പാകമായി? ഇതിങ്ങനെ കുമിളകൾ വരുന്നതുണ്ടോ? കുമിളകൾ ഇങ്ങനെ വന്ന് പൊട്ടി പോകും. ആ കുമിളകളാണ് ഇതിൻ്റെ എണ്ണ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പോൾ തിളയ്ക്കുന്നത് വെള്ളമല്ല, എണ്ണ തന്നെ നന്നായിട്ട് തിളക്കുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇനി അധികം നേരം വെക്കേണ്ട, ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ അനുവദിക്കുക. ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നാൽ മാത്രമേ നന്നായിട്ട് തണുത്ത് കിട്ടുള്ളൂ. എന്നിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ടോട്ടൽ 15 മിനിറ്റാണ് എനിക്ക് വേണ്ടി വന്നത്. അപ്പോൾ ഓരോരുത്തരും എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നതനുസരിച്ചിട്ട് അതിന് മാറ്റം വരും. എണ്ണ അരിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിൽ ആ കൊറ്റനിലൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അതിൽ ബാക്കിയിരിക്കുന്ന എണ്ണ കൂടി നന്നായിട്ട് പോരുള്ളൂ, അല്ലെങ്കിൽ കുറേയൊക്കെ വേസ്റ്റായി പോകും. ഇപ്പോൾ എണ്ണ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് 400 mg അത് 2 എണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാ രാജ്യങ്ങളിലും കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷെ പലയിടത്തും പല കളറായിരിക്കും മാത്രം. ഇനി ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, ചേർത്താൽ നല്ലതാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. 10 എണ്ണത്തിൻ്റെ ഈ ഒരു സ്ട്രിപ്പിന് 22 രൂപയാണ് വില. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണ സൂക്ഷിച്ചു വയ്ക്കുന്ന കുപ്പിയിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. പറ്റുമെങ്കിൽ ചില്ലുകുപ്പിയിൽ തന്നെ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. എണ്ണ കാറച്ചൊന്നും പോവില്ല. എണ്ണ വരട്ടിയതിന് ശേഷം പറ്റുമെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.